നമസ്കാരം. ലോകകപ്പിൽ ഫ്രാൻസിന്റെ വമ്പും വീമ്പുമെല്ലാം ഡാലസിലെ പുൽമൈതാനത്ത് സ്പാനിഷ് പട ചവിട്ടിയടിച്ചു. സെമി ഫൈനലിലെ അതിശക്തമായ പോരാട്ടത്തിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ കലാശപ്പോരിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. 2010 കിരീടം ചൂടിയ ശേഷം ഇതാദ്യമായിട്ടാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനൽ കാണുന്നത്. കിലിയൻ എംബാപ്പയെയും കൂട്ടരെയും ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റിയ സ്പാനിഷ് കോട്ട തകർക്കാൻ ഫ്രഞ്ചുകാർക്ക് ഒന്നിനും കഴിഞ്ഞില്ല. കളിയുടെ തുടക്കത്തിൽ ഫ്രാൻസ് ചില മിന്നലാക്രമണങ്ങളുമായി സ്പാനിഷ് ബോക്സിലേക്ക് കയറിയെങ്കിലും സ്പെയിൻ പ്രതിരോധം കുലുങ്ങിയില്ല. കളിയുടെ 20ാം മിനിറ്റിൽ കളി മാറിമറിയുകയായിരുന്നു. സ്പാനിഷ് വിംഗ് വിസ്മയം ലമീൻ യമാലിനെ ഫ്രഞ്ച് താരം ലൂക്കാസ് ഡെഗ്നെ ബോക്സിനുള്ളിൽ ക്രൂരമായി ചവിട്ടി വീഴ്ത്തിയതോടെ റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. കിക്കെടുത്ത മിഗേൽ ഒയർസബാലിന് ഒട്ടും പിഴച്ചില്ല. ഫ്രഞ്ച് ഗോളി മിക് മാഗ്നാനെ കാഴ്ചക്കാരനാക്കി പന്ത് വലയിൽ. ഈ ലോകകപ്പിൽ ആദ്യമായി ഫ്രാൻസ് ഒരു ഗോളിന് പിന്നിലായി. ഇതിനിടെ പ്രതിരോധ കോട്ടയിലെ കരുത്തനായ വില്യം സാലിബയ്ക്ക് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നതും ഫ്രാൻസിന് വൻ തിരിച്ചടിയായി. ആദ്യ പകുതിയിൽ 5 തവണയാണ് സ്പെയിൻ ഫ്രഞ്ച് ഗോൾ മുഖം വിറപ്പിച്ചത്. 2ാം പകുതിയിലും സ്പെയിൻ കളം നിറഞ്ഞു കളിച്ചു. 58ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ നെഞ്ചകം തകർത്തുകൊണ്ട് പെട്രോ പോറോയുടെ വക അടുത്ത വെടിയുണ്ട ഉതിർത്തു. ഡാനി ഓൾമോയ്ക്ക് പാസ് നൽകി ബോക്സിലേക്ക് കുതിച്ച പോറോയ്ക്ക് പന്ത് കൃത്യമായി തിരികെ കിട്ടി. ഒട്ടും സമയം കളയാതെ പോറോ എടുത്ത കിടിലൻ ഷോട്ട് ഫ്രഞ്ച് ഗോളിയെ അമ്പരപ്പിച്ച് വലയിൽ തുളച്ചു കയറി. ഇതോടെ സ്പെയിൻ 2-0 മുന്നിലെത്തി. പിന്നീട് ലമീൻ യമാൽ ഒരു ഗോൾ കൂടി അടിച്ചെങ്കിലും ലൈൻസ്മാൻ ഓഫ്സൈഡ് വിളിച്ചതിനാൽ ഫ്രാൻസ് വലിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടു. കളി തീരാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ എംബാപ്പയുടെ ഒരു ബുള്ളറ്റ് ഷോട്ട് സ്പാനിഷ് താരം മാർക്ക് കുക്കുറെല്ലയുടെ കാലിൽ തട്ടി പുറത്തു പോയതോടെ ഫ്രാൻസിന്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. ആക്രമിക്കുക, എതിരാളിയെ ശ്വാസം മുട്ടിക്കുക എന്ന തന്ത്രവുമായാണ് കോച്ച് ദിദിയർ ദേഷാംസ് എംബാപ്പയെയും ഡെംബലെയും ഇറക്കിയത്. എന്നാൽ പന്ത് നഷ്ടപ്പെട്ടാൽ വെറും 12 സെക്കൻഡിനുള്ളിൽ അത് തിരിച്ചു പിടിക്കുന്ന സ്പെയിന്റെ അത്ഭുത പ്രതിരോധ തന്ത്രത്തിന് മുന്നിൽ ഫ്രഞ്ച് സിംഹങ്ങൾ പൂച്ചക്കുട്ടികളായി മാറി. ഈ ലോകകപ്പിലാകെ ഒരു ഗോൾ മാത്രം വഴങ്ങിയ സ്പെയിന്റെ പ്രതിരോധ നിര എംബാപ്പയെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിക്കെട്ടിക്കുകയായിരുന്നു. സെമിക്ക് മുൻപ് വലിയ വായിൽ സംസാരിച്ച ഫ്രഞ്ചുകാർക്കിപ്പോൾ പെട്ടിയും മടക്കി നാട്ടിലേക്ക് മടങ്ങാം. ഇനി ഇംഗ്ലണ്ടോ അർജന്റീനയോ? ഫൈനലിൽ സ്പെയിനിനെ നേരിടാൻ ഇനി ആരായിരിക്കും എത്തുകയെന്ന് കാത്തിരുന്നു കാണാം. കളിയിലുടനീളം പ്രകടമായ പ്രതിരോധത്തിലെ പതർച്ചയും ടീം ഗെയിമിന്റെ അഭാവവുമാണ് മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിന് തിരിച്ചടിയായത്. സുന്ദരമായ ടിക്കിടാക്ക ഫുട്ബോളിന്റെ കരുത്തിൽ കളിക്കളം നിറഞ്ഞ സ്പെയിൻ കെട്ടുറപ്പില്ലാത്ത ഫ്രഞ്ച് ആക്രമണങ്ങളെ തല്ലിക്കെടുത്തിയാണ് അർഹിച്ച വിജയം സ്വന്തമാക്കിയത്.